ഇന്ന് പലരുടെ ഒരു സംശയമാണ് പെന്തക്കോസ്തിൽ പ്രവർത്തിക്കുന്ന അരൂപിയും കത്തോലിക്ക സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മശക്തിയും ഒന്നാണോ എന്നുള്ളത്. തീർത്തും രണ്ട് അരൂപിയാണ്. കത്തോലിക്ക സഭ കർത്താവ് ഈശോ മിശിഹ സ്ഥാപിച്ച ഏക സഭയാണ്. അവിടെ കർത്താവ് ഈശോ മിശിഹ തന്നെയാണ് തൻ്റെ സഭയെ വഴി നടത്തുന്നത്. പെന്തക്കോസ്ത് ഗ്രൂപ്പാകട്ടെ തന്നിഷ്ടത്തിന് സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു വ്യക്തി തൻ്റെതായ അഭിപ്രായങ്ങൾ രൂപീകരിച്ച ഏക വ്യക്തി ഗ്രൂപ്പുകളാണ് പെന്തക്കോസ്ത് ഗ്രൂപ്പുകൾ. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തീർച്ചയായും നടക്കുന്നില്ല. കാരണം കരുണയുടെ പുസ്തകത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ നൽകിയ സന്ദേശത്തിൽ പറയുകയാണ്, 5-ാം ദിവസത്തെ നൊവേന ഇങ്ങനെ പറയുന്നു: സഭയിൽ നിന്ന്, കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കൾ തിരിച്ചു വരുവാൻ വേണ്ടി നിങ്ങൾ ഒരു ദിവസം എടുത്ത് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈശോ ആ മക്കൾ സഭയിലോട്ട് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓർത്തേക്ക് ഈശോ ഈ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്തോത്രം യേശു നാമത്തിൽ ഡെലിവറൻസ് നടക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ഭാഗത്ത് ഈശോ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈശോ എങ്ങനെയാണ് അത്ഭുതങ്ങൾ അടയാളങ്ങളും കൊടുത്ത് അവരെ വഴി നടത്തുന്നത്? അതൊരിക്കലും പറ്റില്ല. അത് റോങ് ആണ്. നമുക്കറിയാം, ഈശോക്ക് വ്യക്തമായിട്ട് അറിയാം അവർ പോകുന്ന റൂട്ട് റോങ് ആണെന്ന്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവർ തിരിച്ചു വരണം എന്നുള്ളത്. മനസ്സിലാക്കുക, ഒരിക്കലും പെന്തക്കോസ്തുകാർ പോകുന്ന ക്രിസ്തു കർത്താവ് പരിശുദ്ധ അമ്മയിൽ നിന്നും ജന്മം കൊണ്ട കർത്താവ് ഈശോ മിശിഹ അല്ല. ഈശോ പറഞ്ഞില്ലേ, എന്റെ നാമത്തിൽ അനേകം വ്യാജ ക്രിസ്തുമാർ വരും. അതുകൊണ്ട് എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് ജന്മം കൊണ്ട് യേശു അല്ല അത് എന്നതിനുള്ള ഗ്യാരണ്ടിയാണ്, ഒരു ഉറപ്പാണ് ആ ക്രിസ്തു പരിശുദ്ധ അമ്മയെ തള്ളി പറയുന്നത്. അത് വെളിപാട് പുസ്തകം 12 കാണാൻ കഴിയും. പിശാചാണ് പുത്രനെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ചു പോയത്. ഈശോ ഒരിക്കലും സ്വന്തം അമ്മയെ തള്ളി പറയില്ല. ഒരിക്കലും മറ്റുള്ളവർക്ക് ചവിട്ടി മരിക്കാനുള്ള വസ്തു ഈശോ വിട്ടു കൊടുക്കില്ല. ആ ഒരൊറ്റ അടയാളം മതി പെന്തക്കോസ്തിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഈശോ മിശിഹ അല്ല എന്നുള്ളത്. ഈശോ മിശിഹ ദൈവപിതാവ് തന്റെ ഹിതപ്രകാരം തിരഞ്ഞെടുത്ത ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പദ്ധതിക്ക് പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചു എങ്കിൽ ആ അമ്മയെ സംരക്ഷിക്കാനും ആ അമ്മയിലൂടെ സഭയെ വളർത്താനും ഈശോയെ തിരഞ്ഞെടുക്കാമെങ്കിൽ ആ അമ്മയിലൂടെ സഭയ്ക്ക് വേണ്ട ദർശനങ്ങളും വെളിപാടുകളും കൊടുത്ത് ദൈവപിതാവിന് പരിശുദ്ധ അമ്മയെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടിയാണ് ഇന്ന് സഭ, ഇന്ന് ഇവിടെ ഈ കത്തോലിക്ക സഭ ഇന്ന് ഇത്രയും ശക്തിയോടെയും പ്രാബല്യത്തോടും കൂടെ നിലനിൽക്കുന്നത്. തീർത്തും പാപാവസ്ഥയിലും ആരെങ്കിലും പറഞ്ഞ് കർത്താവ് ഈശോ മിശിഹയെ അറിഞ്ഞ നമുക്ക് ഈശോ സുവിശേഷം പ്രസംഗിക്കാമെങ്കിൽ പരിശുദ്ധ അമ്മ ഈശോ മിശിഹയ്ക്ക് ജന്മം കൊടുത്ത് ഈശോയെ പ്രസവിച്ച് നിനക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് സുവിശേഷ വില ചെയ്തുകൂടെ? കാരണം ഈശോയെക്കാളും പരിശുദ്ധിയുള്ളവരാണ് ഇന്നത്തെ പെന്തക്കോസ്ത് പാസ്റ്റർമാർ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈശോ സുവിശേഷം ഈശോയുടെ സ്വന്തം കൈകൊണ്ട് സുവിശേഷം എഴുതാത്തത്. അതുകൊണ്ടായിരിക്കും ഇത് പറയുന്നതാണ്. കാരണം ഈശോനെ പോലും തിരുത്തുന്ന വിശുദ്ധരായ പാസ്റ്റർമാരാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. കാരണം പരിശുദ്ധ അമ്മയെക്കാളും ഈശോയ്ക്ക് ദൈവപിതാവിനെ തിരഞ്ഞെടുത്ത ഈശോയ്ക്ക് ജന്മം കൊടുത്ത ഈശോയെക്കാളും പരിശുദ്ധ അമ്മയെക്കാളും പരിശുദ്ധിയുള്ള പാസ്റ്റർമാരാണ്. കാരണം കർത്താവ് ഈശോ മിശിഹായ്ക്ക് പോലും തെറ്റുപറ്റിയെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. കാരണം ഈശോ പത്രോസിനോട് പറഞ്ഞ്, പാറയല്ലാത്ത പത്രോസിനോട് പറഞ്ഞു, പത്രോസ് നീ പാറയാവും, നീ പാറമേ ഞാൻ നിന്റെ സഭ സ്ഥാപിക്കും. പത്രോസിനെ ഒരു പാറയാക്കിയതും അതിന്റെ മേലെ സഭ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ ഈശോയാണ്. അപ്പൊ ആ സഭ സ്ഥാപിച്ച ഈശോയ്ക്ക് പോലും പറ്റിയതാണ് നമ്മുടെ പാസ്റ്റർമാരുടെ ഒരു നിഗമനം. അപ്പൊ ഈശോയെ പഠിപ്പിക്കുന്ന പാസ്റ്റർമാരുള്ളിടത്തോളം കാലം നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ചിലർ പറയാറുണ്ട്, ബൈബിൾ ഇങ്ങനെ പറയുന്നു, സഭ ഇങ്ങനെ പറയുന്നു. ബൈബിൾ വന്നത് സഭയിൽ നിന്നാണ്. അത് ബൈബിളിന്റെ ശരിയായ വ്യാഖ്യാനം വേണമെങ്കിൽ പൂർവിക അതായത് ഇതിനു മുന്നേ കടന്നുപോയ 12 അപ്പോസ്തലന്മാരാവുന്ന ബൈബിൾ പണ്ഡിതന്മാരാണ് അവർ. അവരിലൂടെ അവരുടെ വിശ്വാസത്തിലൂടെ കൈമാറ്റപ്പെട്ട് വന്ന് പിന്നീട് ബൈബിൾ രൂപപ്പെടുന്നു, പുസ്തകങ്ങൾ എഴുതപ്പെടുന്നു, പുസ്തകങ്ങൾ ശേഖരിക്കപ്പെടുന്നു, അതിന് ബൈബിളായി ജനങ്ങൾക്ക് കൊടുത്തു. അത് വായിച്ചുകൊണ്ട് 1500 വർഷം കഴിഞ്ഞിട്ട് ഒരു വ്യക്തി, അന്ന് സഭ ഉണ്ടായിരുന്നപ്പം ഈ വ്യക്തി ജനിച്ചിട്ട് കൂടിയില്ല, ഈ വ്യക്തി വന്നിട്ട് പറയാണ് സഭ തെറ്റാണ്. എന്ത് പറയാനാ? ഇവരുടെ നിസ്സഹായ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. അതുകൊണ്ട് വചനങ്ങൾ അറിഞ്ഞൂടാ, ഒരു ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറയാം, ശരിയായി വചനം അറിഞ്ഞൂടാ എന്നുള്ളതാണ്. വചനം അറിയാന്നുള്ളവരോട് ഇവർ തർക്കിക്കുകയില്ല. ഇടയ്ക്ക് ഞാനൊരു പാസ്റ്റർ എന്നോട് ഇവിടെ ഒരു വീട്ടിനടുത്ത് വന്നു. അപ്പൊ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ സഭയിൽ നിന്നാണോ ബൈബിൾ ഉണ്ടായത്, ബൈബിളിൽ നിന്നാണോ സഭ ഉണ്ടായെന്ന് ചോദിച്ചു. പ്രിയ സഹോദരങ്ങൾ, അന്ന് വന്നതാ പാസ്റ്റർ കൂടെ.
അതിനുശേഷം ഈ പരിസരത്തോട്ട് ആ ഭാര്യയും ഭർത്താവ് വന്നിട്ടില്ല. ഈ പരിസരത്തെ അവർ വന്നിട്ടില്ല. കാരണം അവർക്കറിയാം, കാരണം അവർക്ക് പോലും അറിയില്ലെന്ന്. അവർ ഈ ആരെങ്കിലും പറയുന്ന രണ്ട് വചനം കേട്ടിട്ട് അതാണ് ശരിയെന്നും പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള വചനങ്ങൾ തിരിച്ചു പറയുമ്പോഴാണ് അവരുടെ കണ്ണ് തുറക്കപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ട് കാരണം പ്രമുഖരായിരിക്കുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞ് 1000, 10,000, 20,000 കണക്കിന് ഫോളോവേഴ്സുള്ള പാസ്റ്റേഴ്സാണ്. ഒരു ചുക്കും അറിയില്ല, വചനം എന്തെന്ന് പോലും അറിയില്ല. നമ്മൾ ഒരിക്കലും ആരെയും വിധിക്കുന്നത് ശരിയല്ല. പക്ഷെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ആ ക്രിസ്തു അല്ല കത്തോലിക്ക സഭയിലെ ഈശോ. ക്രിസ്തു കത്തോലിക്ക സഭയിലെ ഈശോ സ്ഥാപിച്ച സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാരൂപിയല്ല പെന്തക്കോസ്തിൽ പറയുന്ന ഈശോ. യേശു രണ്ടും രണ്ടാണ്. ഇഷ്ടംപോലെ യേശുമാരെന്ന് ഭൂമിയിലുണ്ട്. തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ മാത്രമേ ആ പരിശുദ്ധ അമ്മ ജന്മം കൊടുത്ത ക്രിസ്തുവിനെ നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.